എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായ മാവേലിക്കര അനിൽകുമാറാണ്. നിരവധി രാഷ്ട്രീയ പാർട്ടികളുള്ള നമ്മുടെ ഈ രാജ്യത്ത് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആവശ്യത്തെക്കുറിച്ചും ലക്ഷ്യങ്ങളെക്കുറിച്ചും അനിൽകുമാർ സാർ ഇപ്പോൾ നമ്മളോട് സംസാരിക്കാൻ പോവുകയാണ്. നിരവധി രാഷ്ട്രീയ പാർട്ടികളുള്ള നമ്മുടെ രാജ്യത്ത് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രസക്തി എന്താണെന്നുള്ളതാണ് ചോദ്യം. അതിനു മുമ്പേ ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ രൂപീകരണം എന്ന് പറയുന്നത് കഴിഞ്ഞ നിയമസഭ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ പിണറായി വിജയൻ സാറ് രണ്ടാമത് മുഖ്യമന്ത്രിയായി വന്ന ആ സമയത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ശിവഗിരി മഠത്തിലെ സ്വാമിമാരായ ശ്രീമദ് സ്പർശാനന്ദ സ്വാമി, വിദ്യാനന്ദ സ്വാമിയൊക്കെ കാണാനിടയായി. അപ്പോൾ അവരുടെ ഒരു നിർദ്ദേശം സകല മനുഷ്യർക്കും പ്രയോജനപ്രദമായ രീതിയിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ അരുവിപ്പുറം സന്ദേശത്തിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ വളരെ അത്യാവശ്യമാണ്. അതിന് രൂപം കൊടുക്കാൻ കഴിഞ്ഞാൽ കേരളത്തിൻ്റെ പുതിയ തലമുറയെ ചേർത്ത് നിർത്തുന്ന തരത്തിലുള്ള ആശയം രൂപീകരണം കൂടെ നടത്തിയാൽ നല്ലൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറും. അത്രയും വലിയൊരു പുതിയ രാഷ്ട്രീയ പാർട്ടിക്ക് കേരളത്തിൽ പല കാര്യങ്ങളും ചെയ്യാനുണ്ട് എന്ന് അവർ പറഞ്ഞ ഒരാശയത്തിൽ നിന്നാണ് ഞങ്ങൾ കുറച്ചുപേര് കൂടി ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് രൂപീകരണം നടത്തി. അതിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട 18ഓളം കോളേജുകൾ, അതായത് നമ്മുടെ മാവേലിക്കര ബിഷപ്പൂർ വിദ്യാപീഠം തൊട്ട് ബിഷപ്പൂർ കോളേജ് തൊട്ട് പെരുന്തണ്ടം MES കോളേജ് വരെ വരുന്ന വിവിധ ജില്ലകളിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളായിട്ടും അതുപോലെ ഡിഗ്രി വിദ്യാർത്ഥികളൊക്കെ ആയിട്ട് നമ്മൾ നടത്തിയ ആശയവിനിമയത്തിൻ്റെ അടിസ്ഥാനം ആണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപം. നമ്മൾ ഈ കലാലയങ്ങളിലെ പുതിയ തലമുറയിലെ കുട്ടികളോട് നമ്മൾ ആകെ ഒരൊറ്റ ചോദ്യമാണ് ചോദിച്ചത്, നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നിങ്ങളുടെ നാട് എങ്ങനെയാണ്? അതായത് ഇനി ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്ന പല 18 വയസ്സ് പൂർത്തിയായ പുതിയ തലമുറയിലെ യുവക്കളാണ് നമ്മുടെ നാടിനെ ഇനി ഭാവിയിൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവർക്ക് നമ്മുടെ നാടിനെക്കുറിച്ച് ഒരു ലക്ഷ്യമുണ്ടായി. അവരുടെ നാട് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് നല്ല കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ ആ കാഴ്ചപ്പാട് അറിഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾ കണ്ടുവരുന്ന മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിന് നമ്മുടെ രാജ്യത്തുമായിട്ട് നൂറുകണക്കിന് രാഷ്ട്രീയ പാർട്ടികൾ, ഇതിൻ്റെ എല്ലാം പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് ഒരേ ശൈലിയിലാണ്. പല പേരുകളിൽ അറിയപ്പെടുന്നെങ്കിലും പ്രവർത്തനങ്ങളെല്ലാം ഒരേ ശൈലിയാണ്. അപ്പോൾ ആ ശൈലിയിൽ നിന്ന് മാറി വളരെ വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുകയും പ്രവർത്തന ശൈലി സ്വീകരിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് പാർട്ടി. ഈ കുട്ടികൾ അത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, ചേട്ടാ ഞങ്ങൾ പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ ഞങ്ങളുടെ ചിലപ്പോൾ എല്ലാവരും ഡിഗ്രി ആയെന്ന് വരില്ല, എല്ലാവരും എഞ്ചിനീയർമാരായെന്ന് വരില്ല. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു തരുവാൻ രാഷ്ട്രീയക്കാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും ഇടപെടലുകളില്ലാതെ ചെയ്തു തരാൻ പറ്റിയ ഈ നാട് വിട്ട് പുതിയ തലമുറ എങ്ങും പോകില്ല, ഇവിടെ തന്നെ ഉണ്ടാവും. പക്ഷെ അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലവിലില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ആശയങ്ങളെ ജനങ്ങളിൽ എത്തിക്കാനോ അതുവഴി ഒരു ജീവിതമാർഗം നേടാനോ അല്ലെങ്കിൽ അത് രാഷ്ട്ര പുനർനിർമ്മാണത്തിന് വേണ്ടി വിനിയോഗിക്കാനോ ഞങ്ങൾക്ക് പറ്റുന്നില്ലാത്ത ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന പുതിയ തലമുറ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നത് ഇനി ഇങ്ങോട്ട് തിരിച്ചു വരാത്ത ഒരു കാലാവസ്ഥയാണ്. അതിനൊരു മാറ്റം കിട്ടിയാൽ ഈ നാട്ടിൽ തന്നെ നമ്മൾ നിൽക്കും.
എന്നാണ് ഇവരെല്ലാവരും പറഞ്ഞത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 95% കുട്ടികൾ ഈ ഒരു ആശയം തന്നെയാണ്, ഈ ഒരു അഭിപ്രായമാണ് പങ്കുവച്ചത്. ആ അഭിപ്രായത്തിൽ നിന്നാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് പാർട്ടി 2023 മെയ് 26 നമ്മൾ ഇതിന്റെ പ്രഖ്യാപനം നടത്തി. അപ്പൊ നമ്മുടെ ആശയങ്ങളുമായിട്ട് ചേരുന്ന ആൾക്കാർ വേണം ഇതിലേക്ക് വരിക. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ നിരവധി വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കിലും ഒക്കെ പ്രചരണം നടത്തി. അങ്ങനെ ഇപ്പൊ 2 വർഷമാകുന്നു. ഈ 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും 13 ജില്ലകളിലും ഏകദേശം 80 മണ്ഡലങ്ങളിലും നമ്മുടെ പാർട്ടിയുടെ കമ്മിറ്റികളെ രൂപീകരിക്കാനും ഒരു അഴിമതിയോ മറ്റ് ഒന്നുമില്ലാത്ത കുറേയധികം ആൾക്കാരെ നമ്മുടെ രാഷ്ട്രീയ സംഘടനയിലേക്ക് കൂട്ടാനും നമുക്ക് കഴിഞ്ഞു. ഓക്കെ സർ. അപ്പോൾ അടുത്ത ചോദ്യം, നമ്മുടെ രാജ്യത്ത് നിരവധി രാഷ്ട്രീയ പാർട്ടികളുണ്ട്. അപ്പോൾ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രസക്തി പറഞ്ഞു. നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പുതിയ തലമുറയിലെ കുട്ടികളെയാണ് ചേർത്ത് പിടിക്കുന്നത്. അവര് ഒരു മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായിട്ടല്ല നമ്മുടെ സംഘടനയിലേക്ക് കടന്നു വരുന്നത്. എന്തെങ്കിലും തൊഴിൽ ചെയ്യുന്നതിനുള്ള സാഹചര്യം നമ്മൾ അവർക്ക് ഒരുക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ പാർട്ടിയുടെ പ്രസിഡന്റ് മുതൽ മണ്ഡലം, പഞ്ചായത്ത്, വാർഡ് ഭാരവാഹികൾ വരെ എന്തെങ്കിലുമൊക്കെ തൊഴിലെടുക്കുന്നവർ. അവർക്കൊരു സ്ഥിര വരുമാനം നിർബന്ധമായും ഉണ്ടാവണം. അതിന് സംഘടനയെ കൊണ്ട് സഹായിക്കാൻ പറ്റിയാൽ സഹായിക്കും. അതല്ല, കൂലിപ്പണിയാണെങ്കിലും എടുക്കാൻ സന്നദ്ധമായ ആൾക്കാരുടെ ഒരു കൂട്ടായ്മയായിട്ടാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത്. അപ്പോൾ പലരും ചോദിക്കും, ഇങ്ങനൊരു രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് കേട്ടിട്ടില്ലല്ലോ, സമരങ്ങളിലൊന്നും ഞങ്ങളെ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പലരും പറയാറുണ്ട്. സമരമല്ല നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വന്നിരിക്കുന്ന വി ഡി സതീശൻ സാറിനെ അടുത്ത 5 വർഷത്തേക്കാണ് കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലുള്ള ആൾക്കാരും 140 നിയോജക മണ്ഡലങ്ങളിലും സഞ്ചരിക്കുകയും ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ അവരെ രാജിവെക്കണം എന്ന് പറഞ്ഞ് കിടന്ന് സമരം ചെയ്യുകയോ സെക്രട്ടേറിയറ്റ് വളയുകയോ പൊതുമുതൽ നശിപ്പിക്കുകയോ ചെയ്യുന്ന തരത്തിലുള്ള സമര കോലാഹലങ്ങൾക്കൊന്നും ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് പാർട്ടി തയ്യാറല്ല. കാരണം കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ അടുത്ത 5 വർഷത്തേക്കാണ് ഇവരെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ തവണ കണ്ടതാണ്, സാറ് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് 140 നിയോജക മണ്ഡലങ്ങളിലൂടെയും അദ്ദേഹവും അദ്ദേഹത്തിന്റെ മന്ത്രിമാരും കടന്നു വന്നപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ കക്ഷികൾ വളരെയധികം ബഹളങ്ങളുണ്ടാക്കി. അതിന് തൊട്ട് ഉമ്മൻചാണ്ടി സാർ ഇരുന്നപ്പോഴും നമ്മൾ ഇത് കണ്ടതാണ്. ഇത് ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാടുകളാണ്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു നയം, ഭരണപക്ഷത്തിരിക്കുമ്പോൾ മറ്റൊരു നയം. നമുക്കെല്ലാവർക്കും അറിയാം, ഇവരാരും രാജിവെക്കുന്നതിന് വേണ്ടിയിട്ടല്ല ഈ സമരം നടത്തുന്നത്. സമരം നടത്തുന്നവർക്കും അറിയാം, സമരം കാണുന്നവർക്കും അറിയാം. പക്ഷേ ഈ സമരം നടത്തുമ്പോൾ നമ്മുടെ നാടിന്റെ പൊതു ഖജനാവിന് ഒരു ദിവസം കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണുള്ളത്. തൊഴിൽ ചെയ്യാൻ പോകുന്നവർക്ക് പറ്റാതെ വരുന്നു, ഹോസ്പിറ്റലുകൾ, അതുപോലെ തന്നെ പൊതുമുതലുകൾ നശിപ്പിക്കുന്നു. ഇതൊക്കെ ഇവിടുത്തെ സാധാരണക്കാരൻ്റെയും കൂടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന നികുതി പണം കൊണ്ടാണ് ഈ നാടിന്റെ പുരോഗതിയെ ലക്ഷ്യമാക്കി ഓരോ കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്. അതിനെ നശിപ്പിക്കുന്ന തരത്തിലുള്ള സമര പരിപാടികളിലേക്കൊന്നും ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് പാർട്ടി പങ്കെടുക്കില്ല. എന്നാൽ ജനങ്ങളുടെ അടിയന്തര സ്വഭാവമുള്ള എല്ലാ വിഷയങ്ങളിലും ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് പാർട്ടി ഒപ്പമുണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് മുല്ലപ്പെരിയാർ ഡാം, കേരളത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുന്ന ഒരു ജലബോംബാണ് മുല്ലപ്പെരിയാർ ഡാം. ആ മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന്. അത് കേരളത്തിന്റെ ഭൂപടം തന്നെ മാറ്റിമറിക്കുന്ന തരത്തിൽ
ഉള്ള ഒരു വലിയ വിപത്താണ് കേരള ജനതയ്ക്ക്. അതിൻ്റെ നിർമ്മിതാക്കൾ അതിനാവശ്യപ്പെട്ടിരുന്ന കാലയളവ് എന്ന് പറയുന്നത് 50 വർഷമാണ്. ഇപ്പം ഏകദേശം 130 വർഷത്തോളമായി. അപ്പോൾ അതിൻ്റെ നിലനിൽപ്പ് എത്രത്തോളം സുതാര്യമാണെന്നും അത് എന്തുകൊണ്ട് കേരള സർക്കാർ അതിനു വേണ്ടിയിട്ടുള്ള നയങ്ങൾ രൂപീകരിക്കുന്നില്ല എന്നും നമുക്കറിയില്ല. പക്ഷേ അതിൻ്റെ താഴ്ഭാഗത്ത് താമസിക്കുന്ന ജനങ്ങൾ പരിഭ്രാന്തിയിലാണ്. ഏകദേശം 5 ജില്ലകൾ ആ ഒരൊറ്റ ഡാമിൻ്റെ പേരിൽ ഭയത്തിലാണ് 5 ജില്ലയിലെ ജനങ്ങൾ ജീവിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ഒരു നിയമ നടപടികളും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുക എന്നുള്ളതാണ് വളരെ അടിയന്തര സ്വഭാവമുള്ളൊരു കാര്യം. ഈ വിഷയത്തിൽ നമ്മൾ കേരളത്തിലെ ജനങ്ങളോടൊപ്പമാണ്. ആ ഡാം ഡീകമ്മീഷൻ ചെയ്യുക തന്നെ വേണം. അതുപോലെ പട്ടയ പ്രശ്നം, കുടിയേറ്റ മേഖലകളിൽ കേരളത്തിൻ്റെ വയനാടായാലും ഇടുക്കി ആയാലും ഈ ജില്ലകളിലൊക്കെയുള്ള നിരവധി കുടിയേറ്റ കർഷകർക്ക് അവരുടെ 2 or 3 തലമുറകൾക്ക് മുന്നേ കുടിയേറിയ ആൾക്കാരാണ്. അവരുടെ ജീവിതവും സ്വത്തുക്കളും എല്ലാം അവരുടെ കഠിനാധ്വാനം കൊണ്ട് അവർ പൊന്നു വിളയിച്ചെടുത്ത് ജീവിക്കുന്ന മണ്ണിൽ അവർക്ക് സ്വാതന്ത്ര്യത്തോടെ ആ ഭൂമിയിൽ അവർക്ക് ജീവിക്കുന്നതിനാവശ്യമായ നടപടികൾ, ഉപാധിരഹിതമായ പട്ടയം കൊടുക്കണമെന്ന് തന്നെയാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് പാർട്ടി ആവശ്യപ്പെടുന്നത്. ഞങ്ങളോടൊപ്പം ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ടാവും. പക്ഷേ അനാവശ്യമായ സമര പരിപാടികളോട് നമുക്ക് യോജിപ്പില്ല. അത് ആധുനിക സമൂഹത്തിന് ചേരുന്ന ഒന്നല്ല ഇങ്ങനെയുള്ള സമരങ്ങൾ. നമ്മുടെ രാജ്യത്ത് മാത്രമേ ഇങ്ങനെയുള്ള എന്ത് തൊട്ടാലും അതിനെല്ലാം സമരം എന്ന രീതിയിൽ കാണാൻ പറ്റത്തുള്ളൂ. ഈ സമരങ്ങൾ കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ വികസനം മുരടിച്ചു പോയ ഒരു കാലയളവാണ് കഴിഞ്ഞ 75 വർഷങ്ങളായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെക്കാൾ നമുക്ക് ശേഷം സ്വാതന്ത്ര്യം നേടി സ്വയംഭരണത്തിലേക്ക് വന്ന പല വിദേശ രാജ്യങ്ങളും ഇന്ന് നമ്മളെക്കാൾ മുന്നിൽ നിൽക്കുമ്പോൾ ഇവിടെ നമ്മൾ വളരെ പിന്നിലാണ്. അതായത് ദീർഘവീക്ഷണമില്ലാത്ത പദ്ധതികളും ദീർഘവീക്ഷണമില്ലാത്ത ഭരണാധികാരികളും നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കി എന്ന് തന്നെ പറയണം. അപ്പൊ അടുത്ത ചോദ്യം, രാഷ്ട്രീയം ജനസേവനത്തിൽ നിന്നൊരു ക്യാപ്ഷൻ ഉണ്ട്, അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? രാഷ്ട്രീയം ജനസേവനത്തിന് എന്നുള്ളത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മറന്നുപോയൊരു കാര്യമാണ്. ജനസേവനമാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാനപ്പെട്ട കാതൽ. അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ പ്രധാനപ്പെട്ട കാതൽ ജനസേവനമാണെന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം മറന്നുപോയി. രാഷ്ട്രീയം ഒരു ഉപജീവന മാർഗമാക്കി മാറ്റിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും തൊഴിൽ ഉള്ള ആൾക്കാരാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം മുതൽ താഴെത്തട്ട് വരെയുള്ളത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഞാനൊരു കർഷകനാണ്. എനിക്ക് എൻ്റെതായ ജോലികളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുന്ന ആള് ഡോക്ടറാണ്. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ മേഖലകളിൽ പണിയെടുത്ത് ആ പൈസ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അതിൽ നിന്ന് മിച്ചം കിട്ടുന്ന കുറച്ച് പൈസയും അവരുടെ ആ ഒരു ഇതുമാണ് മുടക്കിയാണ് ഞങ്ങൾ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനകത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ട്, അങ്ങനെ മറ്റു പലതും നമ്മൾ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് പാർട്ടി രാഷ്ട്രീയം ജീവനോപാധിയാക്കി മാറ്റാതെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളത് ആണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് രാഷ്ട്രീയം ജനസേവനത്തിന് എന്ന മുദ്രാവാക്യം നമ്മൾ മുഖമുദ്രയാക്കിക്കൊണ്ട് നമ്മളുടെ വെബ്സൈറ്റിലും ഒക്കെ നമ്മളുടെ പ്രവർത്തനത്തിലും നമ്മുടെ നേതാക്കന്മാരുടെയും അണികളുടെ എല്ലാം പ്രവർത്തനത്തിലും ആ ഒരു ചിന്ത എപ്പോഴും ഉണ്ടാവണമെന്ന് നമ്മൾ കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് അതേ രീതിയിൽ തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി നിൽക്കുന്ന ഒരു സംഘടനയായി വളർന്നു വരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു ചിന്ത നമ്മളുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ ഇല്ല. അവർക്ക് അവരുടെ ജീവിത വൃത്തി കഴിഞ്ഞു പോകുന്നതിനുള്ള നമുക്ക് കാണാം പല നേതാക്കന്മാരെയും നമുക്ക് എടുത്തറിയാം. 24 മണിക്കൂറും ജോലി രാഷ്ട്രീയമാണ്.
പക്ഷെ ഇവർക്കൊക്കെ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയാണുള്ളത്. ശതകോടികളുടെ ആസ്തിയുള്ള നേതാക്കന്മാർ നമുക്കുണ്ട്. 24 മണിക്കൂറും പൊതുപ്രവർത്തനമാണ്. അത് രാഷ്ട്രീയത്തിലല്ല, മറ്റേത് സമുദായ സംഘടനയിലെടുത്താലും ഏത് സംഘടനയിലെടുത്താലും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നിലനിൽക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായി ജനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ജനാധിപത്യ രീതി തന്നെ അങ്ങനെയാണല്ലോ, ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾ ഭരിക്കുന്ന എന്നാണ് പറയുന്നത്. അപ്പം ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ സംഘടന. ഇവിടെ നമുക്ക് മതഗ്രന്ഥങ്ങളോ അല്ലെങ്കിൽ വിശ്വാസങ്ങളോ അല്ല വലുത്. ഇവിടെ നമുക്ക് വലുത് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ആധ്യാത്മിക ഗ്രന്ഥം അല്ലെങ്കിൽ പവിത്രമായ നിയമസംഹിത എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന തന്നെയാണ്. അപ്പൊ ആ ഭരണഘടനയിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ഇന്ത്യയിലെ പൗരന്മാർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതേത് രീതിയിൽ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും എന്നതിനെ കുറിച്ച് ആലോചിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ സംഘടനയാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് പാർട്ടി. അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയം ജനസേവനത്തിനെന്ന മുദ്രാവാക്യം. അതെല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും മറന്നുപോയൊരു കാര്യമാണ്, ഇത് ജനസേവനത്തിനുള്ളതാണെന്നുള്ളത്. അത് അവരെ ഓർമ്മപ്പെടുത്തുകയും പുതിയ കാലഘട്ടത്തിലെ പുതിയ തലമുറയെ നമ്മളിലേക്ക് ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു മുദ്രാവാക്യം നമ്മൾ ഏറ്റെടുത്തത്. സർ, അടുത്ത ചോദ്യം. ജാതി സെൻസസിനെ കുറിച്ച് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായം എന്ത്? എന്ന് പറയുന്നത് സാമൂഹിക നീതിയുടെ ചവിട്ടുപിടിയാണ്. നമ്മുടെ രാജ്യത്തെ ഏകദേശം 85% വരുന്ന പിന്നോക്ക പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ കാലങ്ങളായി ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ജാതി സെൻസസ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിപക്ഷ നേതൃത്വം, പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണി, നമ്മുടെ രാജ്യമെമ്പാടും ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യമാണ് ജാതി സെൻസസ് നടപ്പിലാക്കുന്നത്. അവർ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്ന ചില സംസ്ഥാനങ്ങളിലൊക്കെ കേന്ദ്ര സർക്കാർ നടത്തുന്നില്ല, മറിച്ച് സംസ്ഥാനങ്ങൾക്ക് ജാതി സെൻസസ് നടപ്പിലാക്കാൻ പറ്റും എന്ന് കേന്ദ്ര സർക്കാർ സർക്കുലർ ഇറക്കിയതോടുകൂടി കർണാടകവും ബീഹാറും ഒക്കെ അത് നടപ്പിലാക്കി. പക്ഷേ ഇന്ത്യ മുന്നണിയിലുള്ള കേരളത്തിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും, ഇപ്പോഴത്തെ ഭരണപക്ഷം, ഇപ്പോൾ ഇരിക്കുന്ന പ്രതിപക്ഷം, ഇതെല്ലാം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരുന്നു. ഇവർ തന്നെയാണ് കേരളത്തിൽ മാറി മാറി ഭരിക്കുന്നത്. പക്ഷെ ഇതുവരെ ഈ ഒരു ആവശ്യം, പിന്നോക്ക ദളിത് വിഭാഗങ്ങളുടെ ഈ ഒരു ആവശ്യം പരിഗണിക്കുന്നതിന് അവർ തയ്യാറായിട്ടില്ല. ഇപ്പൊ സെൻസസ് നടപ്പാക്കാൻ പോവാണ്. സെൻസസിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇതിനോടൊപ്പം തന്നെ ജാതി സെൻസസ് നടപ്പിലാക്കണം. എങ്കിൽ മാത്രമേ ഈ വിഭാഗങ്ങളുടെ ശരിയായ വിവരണം, എന്തുമാത്രം അവര് സാമൂഹിക നീതി കൈവരിച്ചിട്ടുണ്ട്, സാമൂഹിക വ്യവസ്ഥിതിയിലേക്ക് അവർ എന്തുമാത്രം കടന്നു വന്നിട്ടുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. സംവരണം എന്ന് പറയുന്നത് ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി അല്ലാത്തതുകൊണ്ടും, സംവരണം എന്ന് പറഞ്ഞത് പ്രാതിനിധ്യം ഉറപ്പിക്കലാണ്. പ്രാതിനിധ്യമില്ലാതെ മാറ്റി നിർത്തപ്പെട്ടിരുന്ന ഒരു വലിയ ജനസമൂഹത്തിന് അധികാരത്തിൽ പങ്കാളിത്തം അല്ലെങ്കിൽ പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന ഇതിനു വേണ്ടിയാണ് ഭരണഘടനയിൽ കാസ്റ്റ് റിസർവേഷൻ ഏർപ്പെടുത്തിയത്. അപ്പോൾ എത്രത്തോളം കഴിഞ്ഞ 75 വർഷമായി ഈ മാറ്റി നിർത്തപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ഈ റിസർവേഷന്റെ ഭാഗമായിരുന്ന പിന്നോക്ക വിഭാഗങ്ങൾക്ക് അത് ലഭിച്ചിട്ടുണ്ടോ എന്നറിയുന്നതിനും കൂടെ ഉതകുന്നതാണ് ഈ ജാതി സെൻസസ് നടപ്പിലാക്കുക എന്നുള്ളത്. അവരുടെ ഒരു കൃത്യമായ സ്ഥിതിവിവര കണക്കുകൾ നമുക്ക് ലഭിക്കും. അത് തയ്യാറാക്കുവാൻ സർക്കാരുകൾ തയ്യാറാവണമെന്ന് തന്നെയാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആവശ്യം. അടുത്ത ചോദ്യം. ജനങ്ങളോട് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് എന്താണ് പറയാനുള്ളത്? ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് നമ്മുടെ നാട്ടിലെ ജനങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ നാടിൻ്റെ സമ്പൂർണമായ വികസനത്തിന് അഴിമതിരഹിതമായ, നിഷ്പക്ഷമായ, സുതാര്യമായ ഒരു പ്രവർത്തനം നമ്മൾ കാഴ്ചവെക്കും. ദീർഘവീക്ഷണമില്ലാത്ത ഇതുവരെയുള്ള പ്രവർത്തികൾ നമ്മുടെ നാടിനെ വികസനത്തിൽ വളരെ പിന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ
ആ, മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ ജാതി ചിന്തകൾ, ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലെയും ജനങ്ങളെ തമ്മിൽ വേർതിരിക്കുകയും ഏത് സ്ഥാനം ആർക്ക് വേണമെന്ന് നിശ്ചയിക്കുന്നത് പോലും ജാതി സമവാക്യങ്ങളായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കഴിക്കുന്ന ഭക്ഷണത്തിൽ പോലും ജാതി കാണുന്ന ആധുനിക സമൂഹം എന്ന് പറയുന്ന ഈ കാലയളവിലെ മനുഷ്യർക്ക് ചേരാത്ത തരത്തിലുള്ള ചിന്തകളാണ് ഈ ജാതിയും മതവും ഒക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മതസമുദായ നേതാക്കന്മാർ വളരെ കൂടുതലായി വളർന്ന് പന്തലിക്കുകയും അവർ സമൂഹത്തിനൊരു ബാധ്യതയായി മാറുകയും ചെയ്യുന്ന ഒരു കാലയളവിലാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് പാർട്ടി രൂപമെടുക്കുന്നതും ഇതിന്റെ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നിട്ടിറങ്ങുന്നത്. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് പാർട്ടി പറയുന്നു, ഞങ്ങൾ ആവശ്യപ്പെടുന്നു, മതസമുദായ നേതാക്കന്മാർ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന നടപടികൾ തന്നെ തെറ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ നാടൊരു കാർഷിക രാജ്യമാണ്. ഒപ്പം തന്നെ ടൂറിസത്തിന്റെ ഹബ്ബായി മാറുകയാണ് കേരളം. ലോകത്തെ മറ്റേതൊരു രാജ്യത്തെ പോലെ ടൂറിസവും കാർഷിക മേഖലയും കൂടെ ഒന്നിച്ച് കോർത്തിണക്കിക്കൊണ്ടുള്ള പദ്ധതികൾ ദീർഘവീക്ഷണത്തോടുകൂടി രൂപകൽപ്പന ചെയ്താൽ നമ്മുടെ നാട്ടിലെ യുവതലമുറയെ നമ്മളോടൊപ്പം നിർത്താൻ പറ്റും. അഴിമതിരഹിതമായ ഭരണ സംവിധാനങ്ങൾ, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് വേറെ എങ്ങുമില്ലാത്ത തരത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഈ സംഘടനാ പ്രവർത്തനങ്ങൾ അത് വളരെ കൂടുതലാണ്. അപ്പൊ ഇതിനെ ഒക്കെ നിയന്ത്രിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കേരളത്തിലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ സംഘടനാ പ്രവർത്തനങ്ങൾ കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടേണ്ടതായ അവകാശങ്ങളും ആനുകൂല്യങ്ങളും നിരവധി ആയി നിഷേധിക്കപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അവരെ ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ല. പണ്ട് തൊഴിലാളി സംഘടനകൾ വളരെ ശക്തമായിരുന്നു. ചെത്തു തൊഴിലാളിയായാലും കശുവണ്ടി തൊഴിലാളിയായാലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് ഈ ഉദ്യോഗസ്ഥ സംഘടനകളാണ്. അപ്പൊ ഇവരുടെ ഒരു പ്രവർത്തനവും ഇവരുടെ ഒരു സംഘടനാ കൂട്ടായ്മയും വളരെ ശക്തമാവുകയും അവരവർ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിൽ വരുമ്പോൾ തോന്നുന്നത് പോലെ പ്രവർത്തിക്കുന്ന, ജനങ്ങളാണ് യജമാനന്മാരെന്ന് മനസ്സിലാക്കാതെ ഉദ്യോഗസ്ഥന്മാരാണ് യജമാനന്മാരെന്ന് കരുതുന്ന ഒരു പ്രവർത്തനമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉദ്യോഗസ്ഥ രാഷ്ട്രീയ കൂട്ടുകെട്ടിലൂടെ നടക്കുന്ന അഴിമതികളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. അതിനൊക്കെ തടയിടുകയും പുതിയ തലമുറയെ നമ്മളോടൊപ്പം നാട് വിട്ടു പോകാൻ തയ്യാറായി നിൽക്കുന്ന പുതിയ തലമുറയെ ഈ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് അവരെ കാര്യക്ഷമമായി ഉപയോഗിക്കുകയും അവർക്ക് സംതൃപ്തമായ ജീവിതം നയിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ഈ നാട്ടിൽ ചെയ്തു കൊടുക്കുകയും ചെയ്യുക. അതിന് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് പറ്റുന്നത് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സംഘടന രൂപീകരിച്ചിരിക്കുന്നത്. നമ്മുടെ സംഘടനയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിൽ തന്നെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ നടക്കുന്നുണ്ട്. നിരവധി പേർക്ക് തൊഴിൽ കൊടുക്കുന്ന പദ്ധതികൾ നമ്മൾ അതിലൂടെ നടപ്പിലാക്കുന്നുണ്ട്. സമരവും സമരാഭാസങ്ങളൊന്നുമല്ല രാഷ്ട്രീയ പ്രവർത്തനം, ജനങ്ങൾക്ക് നന്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ പാസാക്കിയ സർഫസി നിയമം. അതുമൂലം ജനങ്ങൾക്കുണ്ടായിരിക്കുന്ന ദുരിതങ്ങൾ ചില്ലറയൊന്നുമല്ല. വീട് വിട്ട് 3 മാസത്തെ തവണ തെറ്റിയാൽ അല്ലെങ്കിൽ ബാങ്കുകൾ ജപ്തിക്ക് വന്നാൽ ഒന്നും മിണ്ടാതെ ഇറങ്ങിക്കൊടുക്കേണ്ട അവസ്ഥകൾ, ഇതൊക്കെ എന്ന് പറയുന്നത് ആധുനിക സമൂഹത്തിന് ചേരുന്ന തരത്തിലുള്ള കാര്യങ്ങളല്ല. ഇതിൻ്റെ ഇടയിൽ ബാങ്കും അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് മാഫിയകളും കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള കുടുംബങ്ങളെ നിരവധി ആൾക്കാരെയാണ് റോഡിൽ ഇറക്കി വിടുന്നത്. എന്നിട്ട് ഇവരിത് ഈ വീടും സ്ഥലങ്ങളും എല്ലാം കൈയടക്കി വെക്കുന്നൊരു സാഹചര്യം നമുക്ക് കാണാം. തൊഴിലില്ലായ്മ രൂക്ഷമായി വരുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ PSC ആകപ്പാടെ കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളുടെ എണ്ണം 50 ലക്ഷത്തിൽ താഴെയാണ്. ആകെ 4 കോടിക്കടുത്ത് ഇവിടെ ജനങ്ങളുള്ളൂ. ഈ 50 ലക്ഷം വരുന്ന യുവതി യുവാക്കളുടെ അഭ്യസ്തവിദ്യരായ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി PSC എന്ന് പറയുന്ന ഒരു താപ്പാനയെ തീറ്റിപ്പോറ്റുന്നുണ്ട്. അതിന് രാഷ്ട്രീയ നിയമനം നടത്തുന്നത് ഏകദേശം 21 പേരടങ്ങുന്ന ആണ് PSC ബോർഡ്. എന്തിനാണ് ഇത്രയും പേരെ
3 ലക്ഷത്തിന് മുകളിൽ ശമ്പളമാണ് ഒരാൾക്ക് കൊടുക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ അങ്ങനെ എല്ലാ തരത്തിലും എല്ലാ മേഖലയിലും നോക്കിയാൽ അത് അഴിമതിയും സ്വജനപക്ഷപാതവും ഇങ്ങനെ കുത്തഴിഞ്ഞ ഒരു അവസ്ഥയാണുള്ളത്. ഇതിനൊക്കെ മാറ്റം ഉണ്ടാക്കി എടുക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് പാർട്ടിക്കുള്ളത്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത പാർട്ടായിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.